അത് ബീൻസ്, സ്ട്രോബെറി തൈ ഉണ്ട്, ക്യാബേജ് തൈ. സ്ട്രോബെറി ഒക്കെ കടയിൽ കൊണ്ട് കൊടുക്കാറുണ്ടോ? കടയിലുണ്ട്, ഇവിടെ ആൾക്കാരൊന്നും പറിച്ചിട്ട് പോകും. ഇന്ന് രാവിലെ ഒരാൾ 1 കിലോ മേടിച്ചു, ഇന്നലെ 2 കിലോ മേടിച്ചു. അങ്ങനെ ദിവസം 1 കിലോ 2 കിലോ കിട്ടുകൊണ്ടേയിരിക്കും. അത് അപ്പം തന്നെ തരും. ഇവിടെ സാധനം തികയത്തില്ല. അത് കുറച്ചല്ലേ ചെയ്യുന്നത്, എല്ലാ സ്ഥലത്തും ഉണ്ട്, എന്നിട്ടും തികയുന്നില്ല. പെട്ടെന്ന് ആൾക്കാർ വരും. ഇന്നലേക്ക് 10-15 3 കിലോ വരെ വേറെ സ്ഥലത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. ഇത് പടുത്തില്ല, ഇതിലാകപ്പാട് 2 കിലോ കിട്ടുള്ളൂ. ഇത് 800 രാത്രി കൊണ്ട് കുറച്ച് പടുത്തിട്ടുണ്ട്. ഇത് എന്നും വെള്ളം നനയ്ക്കണം, അതാണ് കുഴപ്പം. ഈ കളം പറിച്ചിട്ട് വെള്ളം ഇത് എത്ര ദിവസം വേണത് ആവാൻ? എത്ര ദിവസം വേണത് ശരിക്ക് നട്ടാവാൻ? 3 മാസം അല്ല, ഒരു 2 മാസം കൊണ്ട് ചെറിയൊരു കായൊക്കെ ഇടാൻ തുടങ്ങും. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ 1-2 ഒക്കെ പറിക്കാം. ഒരു 1/4 കിലോ 1 കിലോ. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ 1 കിലോ. അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിന് ഒരുപാട് ചിലവാ. ഇതിന് തന്നെ 30,000 കൂടി ചിലവാകും. 500 തൈ നട്ടിട്ടുണ്ടോ? 14 രൂപ വെച്ച് തൈ മേടിക്കണം. പിന്നെ ഇവിടെ കൊണ്ട് ആക്കണം. പിന്നെ 14. പിന്നെ ഇത് മൊത്തം കവർ ആയിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് നമ്മൾ അകത്ത് കയറി പറിക്കുമ്പോൾ കയറിപ്പോയാൽ പിന്നെ കള കയറും. പിന്നെ വെള്ളം എന്തും നനച്ചു കൊടുക്കണം. ഫ്രഷ് സ്പ്രിംഗ്ലർ ഒരെണ്ണം കുത്തിയാൽ ഈ ഭാഗം മൊത്തം വെള്ളത്തിന് പ്രശ്നമില്ല. കുടിവെള്ളം കൊണ്ടാണ് ഇവിടെ എല്ലാം കൃഷിയൊക്കെ ചെയ്യുന്നത്. കുടിക്കാനും കൃഷിക്കും എല്ലാം ഒറ്റ വെള്ളമില്ല. വെള്ളം പിന്നെ നല്ല വെള്ളമാണല്ലോ. വെള്ളമല്ല, കുടിവെള്ളമാണ്. കുടിക്കാനും കൃഷിക്കാനും വെള്ളം ഒഴുകി കൊണ്ടുവരുന്നില്ല. ഇത് വെള്ളമൊക്കെ ഇഷ്ടം പോലെ കൃഷി ചെയ്യാൻ ആളില്ല, അത് മാത്രമേ. എത്ര കിട്ടിയാലും കൃഷിക്കാർക്ക് പോരാല്ലേ. അതെ, ഇവിടെയൊക്കെ ജനിച്ചോളതൊക്കെ കൃഷിക്കാരാ. ഒരാളും പോലും ഇതുവരെ നിന്നിട്ടില്ല. എല്ലാം സ്വന്തം സ്ഥലം, സ്വന്തം കൃഷി എല്ലാം ഉണ്ടായിട്ടും പോലും കൃഷി ചെയ്യാൻ അറിയാത്ത ആൾക്കാരുമില്ല. എന്നിട്ട് നേട്ടമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യാൻ? കൃഷി കൊണ്ടുപോയി നേട്ടമില്ല. ക്യാബേജിന് 50 രൂപ വെച്ച് കൊടുക്കുക.